ആണുങ്ങൾ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ നിങ്ങൾ കാര്യമായിട്ട് ഉടക്കാറില്ല. പക്ഷെ പെണ്ണുങ്ങളൊക്കെ ഇരിക്കാൻ നേരം നിങ്ങൾ ഭയങ്കരമായിട്ട് വാഴൊക്കെ കിട്ടും. നിങ്ങൾ നേരിട്ട് ആരെങ്കിലും നിങ്ങൾ വള്ളിയാർന്ന് ആരെങ്കിലും പറഞ്ഞു സ്വഭാവം. ശരിക്കുള്ള ഷൈൻ ഓൺ സ്ക്രീൻ ആണോ ഓഫ് സ്ക്രീൻ ആണോ എന്നാണ് ചോദിക്കുന്നത്. ഈ കാണിക്കുന്ന ഷൈൻ ആണോ ഒറിജിനൽ ഷൈൻ? പിന്നെ അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു പെൺകുട്ടീനെ പ്രണയത്തിലായി ചുറ്റിയല്ലോ, തെറ്റാണ് മകനെ. ചുറ്റിയല്ല വേറൊരു സാധനം. ഈ ദൈവമാണ്, നമ്മുടെ ദൈവമാണ്, ഏകദൈവമാണ് ഇതെല്ലാം സൃഷ്ടിച്ചത് എങ്കിൽ ആ ദൈവം പിന്നെ ഇവിടെ വന്നിട്ട് ചെറിയ മതം തുടങ്ങി. എന്റെ പൊന്നു, അതാണ് വേണ്ടത്. ഷൈൻ ടോം ചാക്കോ അഭിനയിക്കാൻ കൂമ്പിടിച്ചാൻ പാട്ടും. നിങ്ങൾ കോളേജിലൊക്കെ പഠിക്കുമ്പോ? കോളേജ് പഠിച്ചിട്ടില്ല. പിന്നെ നിങ്ങൾ എവിടെയായിരുന്നു വിദ്യാഭ്യാസമൊക്കെ? പൊന്നാനി സ്കൂൾ. നാടകമൊക്കെ കളിക്കുമായിരുന്നു നിങ്ങൾ? നാടകം ഇങ്ങനെ കളിക്കുക, ക്രിക്കറ്റ് അല്ലേ കളിക്കുക, നാടകം നമുക്ക് പെർഫോം ചെയ്യല്ലോ. നാടകം ക്രിക്കറ്റ് കളി നാടകം പെർഫോം ചെയ്തിട്ടുണ്ട്. ഒറ്റയിടിയാൻ പറ്റിയതാണല്ലോ നാടകം. അരങ്ങിൽ കളിക്കും, മറ്റേത് കളി ഗ്രൗണ്ടിലാണ്. നിങ്ങൾ കളിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ ചോദിച്ചത്. കളിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ എന്തൊക്കെ വിചാരിക്കണം? നിങ്ങളിപ്പോ ആവശ്യമില്ലാത്തൊന്നും വിചാരിക്കണ്ട. ഞാൻ ഒന്നുമല്ല അഭിനയിച്ചിട്ട് നമ്മളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് മാത്രമാണ്. ഈ ആവശ്യമില്ലാതെ നിങ്ങൾക്ക് തോന്നുന്ന സാധനം. നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചാൽ നാടകത്തിൽ ഞാൻ അഭിനയിക്കാറില്ല, ജീവിക്കാറുള്ളൂ. എന്റെ പൊന്നു, അതാണ് വേണ്ടത്. ഷൈൻ ടോം ചാക്കോ അഭിനയിക്കാൻ കൂമ്പിടിച്ചാൻ പാട്ടും. ചെയ്തില്ല 2 ദിവസം മുന്നേ. പിന്നെ തീർച്ചയായിട്ടും നിങ്ങള് ഞാൻ ഹിപ്നോട്ടിസം ചെയ്തില്ല കഴിഞ്ഞപ്പോ, കഴിയാറായപ്പോ. നിങ്ങൾ പറഞ്ഞല്ല എത്ര സൈക്കാട്രിസ്റ്റിനെ കണ്ടെന്ന് പറഞ്ഞു? ഞാൻ ഒരുപാട് സൈക്കാട്രിസ്റ്റിനെ കണ്ടിട്ടുണ്ട്. എത്ര പേരെ കണ്ടിട്ടുണ്ടോ? ഞാൻ ചെറുപ്പത്തില് ഒരിക്കൽ കണ്ടിട്ടുണ്ട് ഒരു സൈക്കാട്രിസ്റ്റിനെ. നേരിട്ട് കണ്ടെന്നാ അല്ലെങ്കിൽ പോയി കൺസൾട്ട് ചെയ്യുന്നത്? സൈക്കാട്രിസ്റ്റ് കണ്ടിട്ടുണ്ടെന്ന് പറയുമ്പോ അത് മോശം പരിപാടി. ഒരു മോശമല്ല, ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. നിങ്ങളുണ്ടായിരിക്കാം, നിങ്ങൾക്ക് മോശമായിരിക്കും. എന്ത് പറഞ്ഞു സൈക്കാട്രിസ്റ്റ്? നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇത്രയും നന്നായിട്ട് അതിനെ അവതരിപ്പിക്കാൻ പറ്റില്ല. എത്ര സൈക്കാട്രിസ്റ്റിനെ കണ്ടത്? 12 പേരൊന്നും കണ്ടിട്ടില്ല, 3-4 പേരെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ എന്നോട് പറഞ്ഞ, പക്ഷെ നേരത്തെ പറഞ്ഞത് നിങ്ങൾ 12 സൈക്കാട്രിസ്റ്റിനെ 12 പേരൊന്നും കണ്ടിട്ടില്ല. ഞാൻ ഒരുപാട് സൈക്കാട്രിസ്റ്റിനെ 12 പേരെന്ന് പറഞ്ഞു. ഇല്ലല്ല, 12 പേര് യേശുവിന്റെ ശിഷ്യന്മാരെ കഥയാ. അത് എനിക്കറിയാൻ പറഞ്ഞു. നിങ്ങൾ കണ്ടായിരുന്നല്ലേ പറഞ്ഞത്? 12 മാസം 12 ഈ 12 എന്ന് പറയേണ്ട കാര്യം എന്താ? ഞാൻ അങ്ങനെ ഒരു നമ്പർ പറയൂ. സൈക്കാട്രിസ്റ്റിനെ കണ്ടിട്ട് എന്ത് പറഞ്ഞു? പറയാനാ, എനിക്കൊരു പ്രശ്നമില്ല. അല്ല, പുള്ളിയോട് മറ്റേ ചന്ദ്രനിൽ പോയ അതൊക്കെ പറഞ്ഞു? ഇല്ലല്ല, പുള്ളിനോട് നോർമലായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പുള്ളിനോട് നോർമലായിട്ട് പുള്ളി ചോദിക്കുന്ന കാര്യങ്ങൾ പറയും, നോർമലായിട്ടുള്ള. അപ്പൊ അതൊന്നൊക്കെ പുള്ളി മനസ്സിലാക്കും. എന്നെ ഒരിക്കൽ ഈ സൈക്കാട്രിസ്റ്റും ഈ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ, എന്നെ ഒരിക്കൽ ഞാൻ പൊന്നാനിലാണ് 7 വരെ പഠിച്ചത്. പിന്നെ അവിടെ വിജയമാത കോൺവെന്റ് സ്കൂൾ എന്ന് പറയുന്ന ഒരു സിസ്റ്റർമാർ നടത്തുന്നത്. അത് കഴിഞ്ഞിട്ടപ്പോ അവിടെ ഇംഗ്ലീഷ് മീഡിയങ്ങളൊന്നും ഇല്ല പൊന്നാനിയിൽ വരെ. പിന്നെ 8ാം ക്ലാസ്സിൽ എന്നെ തൃശ്ശൂര് കുരിയച്ചിറയെ കൊണ്ട് ചേർത്തു. ഇംഗ്ലീഷ് പഠിക്കാൻ? അല്ല, ഇംഗ്ലീഷ് മീഡിയം തന്നെ. അതിനാണ് ഇംഗ്ലീഷ് പഠിക്കാനല്ലേ? ഇംഗ്ലീഷ് പഠിക്കാനല്ല, എല്ലാ വിഷയങ്ങളും ഇംഗ്ലീഷ് പഠിക്കുക. അപ്പൊ 7 വരെ ഇംഗ്ലീഷ് മീഡിയത്തിലാണല്ലോ പഠിച്ചത്. അപ്പൊ പിന്നെ 8ാം ക്ലാസ്സിൽ പോയിട്ട് മലയാളം പഠിച്ചു തുടങ്ങാനും ബുദ്ധിമുട്ടാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാ ഇംഗ്ലീഷിൽ വലിയ കോപ്പുണ്ടായിട്ടൊന്നല്ല, എന്നാ മലയാളം പോലും അറിയില്ല, ഇംഗ്ലീഷ് പറയുക അവസ്ഥയിലാണ് ഇംഗ്ലീഷ് മീഡിയൊക്കെ. എന്നിട്ട് അപ്പോ അവിടെ കൊണ്ട് ചേർത്തപ്പോ ഇവിടെ നമ്മൾ ആണുങ്ങളും പെൺകുട്ടികളൊക്കെ ആയിട്ടല്ലേ ഇരുന്ന് പഠിക്കണം, മിക്സഡ് ആയിരുന്നു. അവിടെ ചെന്നപ്പോ ബോയ്സ് മാത്രം. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഇവിടെ പഠിക്കാം. എനിക്ക് അത്രയ്ക്കാണ് ബുദ്ധിമുട്ട്. സ്കൂൾ തുടങ്ങുമ്പോഴെല്ലാം മനസ്സിലായി ഒരു ഒറ്റ പെൺകുട്ടികളെ കാണില്ല. അറിഞ്ഞില്ല നിങ്ങള്? അറിയാം ബോയ്സ് സ്കൂളാണെന്ന്. പിന്നെ നിങ്ങൾ പെൺകുട്ടികളുണ്ടെന്ന്? അല്ല, നമ്മൾ പിന്നെ അത് അങ്ങനെയാണ് ഇനിയുള്ള സമയങ്ങൾ മുഴുവൻ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നില്ലല്ലോ. അപ്പോഴാണ് തിരിച്ചറിഞ്ഞത് അത് ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ടുകൾ. അപ്പൊ പിന്നെ 8 അപ്പൊ 8ാം ക്ലാസ്സില് പിന്നെ ഞാൻ തീരെ പഠിക്കാതെയായി, മാർക്ക് കുറഞ്ഞു, ബ്ലൂമിയായി. പെൺകുട്ടികളില്ലാത്തോണ്ടാ? അതുകൊണ്ടായിരിക്കാം, നിങ്ങൾ ആദ്യം പറയല്ലേ, ബ്ലൂമിയായി. അപ്പൊ സാർമാര് പറഞ്ഞു, ഡാഡി മമ്മീനെ വിളിച്ചിട്ട് പറഞ്ഞു എന്തെങ്കിലും പ്രശ്നമുണ്ടോ, കൗൺസിലിംഗ് ഒക്കെ കൊടുത്തു നോക്ക്. അങ്ങനെ കൗൺസിലിംഗ് കൊണ്ടുപോയപ്പോ ഡോക്ടർ ഇങ്ങനത്തെ വിശദാംശങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. 7 വരെ പഠിച്ച 7 വരെ പൊന്നാനിയിലെ വിജയമാതയിലെ മിക്സഡ് ആയിരുന്നു. ഇപ്പൊ എവിടെയാ പഠിക്കുന്ന? അപ്പൊ കുരിയച്ചിറ. മിക്സഡ് ആണല്ലേ, എല്ലാ ബോയ്സ് ആണല്ലേ. മോനൊരു പ്രശ്നം കേട്ടൊണ്ടായിക്കോ. പുള്ളി അപ്പൊ തന്നെ മനസ്സിലായി പുള്ളിക്ക് ഇറ്റ്സ് ബോയ്സിന്റെ എനർജി എന്ന് പറയുന്നത് ഗേൾസിന്റെ എനർജി എന്ന് പറയുന്നത് ബോയ്സ് ആണ്. അത് അങ്ങനെ ഓപ്പോസിറ്റ്. അതാണല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ എനർജി തരുന്നത്. ഇപ്പൊ പള്ളിയിൽ പോകുന്നു, പെരുന്നാളിന് പോകുന്നതൊക്കെ എന്തിനാ ചെറുപ്പം? നമ്മള് കളക്ഷൻ
കളക്ഷൻ എടുക്കാൻ ഞാനതിലൊന്നുമല്ല, ഞാൻ പ്രാർത്ഥിക്കാനൊക്കെ. നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോയത് കൊണ്ടാണല്ലോ ഇന്ന് നമ്മുടെ ലോകത്തിന്റെ അവസ്ഥ എങ്ങനെയായത്. അപ്പൊ പ്രാർത്ഥിക്കരുത്, പ്രാർത്ഥിക്കരുത്, നമ്മൾ പ്രവർത്തിക്കുകയാണ് വേണ്ടത്. പ്രാർത്ഥനയെ വേണ്ട, പ്രാർത്ഥനയാണല്ലോ ഈ ജീവിതം. വീണ്ടും ഭയങ്കര വിലോസയാണ് കേട്ടോ. നമ്മൾ ഈ വെറുതെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ എന്തിനു ദൈവത്തിനോട് എന്താ പ്രാർത്ഥിക്കണം? എനിക്കറിയില്ല എന്താ നിങ്ങൾ പ്രാർത്ഥിക്കണം? ഞാൻ ഈ ലോകം നന്നാവട്ടെ, നമ്മൾ നന്നാവട്ടെ, അസുഖമൊന്നും വരുത്തല്ലേ, നാട്ടുകാരെ അസുഖമൊന്നും വരുത്താതെ, അല്ലല്ല അസുഖമൊന്നും ഉണ്ടാവാതിരിക്കാനും ഇത്രയും ഇഷ്ടമുള്ള ദൈവത്തിന്റെ അടുത്തേക്ക് പെട്ടെന്ന് പോവാതിരിക്കാനും. അതെ അതെ, അതാണല്ലോ മതങ്ങൾ പഠിപ്പിക്കണത്. ശരിക്കും ഇഷ്ടമുള്ള ദൈവത്തിന്റെ അടുത്തേക്ക് പോകാനല്ലേ പഠിപ്പിക്കേണ്ടത്. ബുദ്ധിമുട്ടാവല്ല ആർക്ക്? നമുക്ക് ദൈവം അവിടെ ഇരുന്നോട്ടെ, നമ്മൾ ഇവിടെ ഇരുന്നോട്ടെ. അതാണ് നമ്മുടെ ദൈവഭക്തി. നമ്മളിപ്പോ എന്തിനാ അവിടെ പോണത്? അത് അങ്ങോട്ട് പോകാൻ ആർക്കും ഇഷ്ടമല്ല, ഒരാളും പഠിപ്പിക്കുന്നു. ജീവിക്കാനല്ലേ പറഞ്ഞത് പുള്ളി? ഇവിടെ ജീവിക്കുന്നതല്ലോ, അതെ, ഇവിടെ ശാശ്വതമായിട്ടുള്ളതല്ലോ, ദൈവത്തിന്റെ പക്കലല്ലേ. പുള്ളി വിളിക്കുമ്പോ പോയാ പോരെ? പുള്ളി വിളിക്കുമ്പോ പോയാൽ മതി. പുള്ളി പറയുമ്പോഴും പുള്ളി തരുമ്പോഴും കിട്ടിയാൽ മതിയില്ല. എന്തിന്റെ ഇടക്കിടക്ക് പോയി എനിക്ക് തരൂ എന്ന് പറയണം. അതൊന്നും ഓർമ്മപ്പെടുത്ത ചില മോനെ, നിങ്ങളുടെയൊക്കെ ഭക്തിക്ക് മനസ്സിലായി. ദൈവത്തിന്റെ അടുത്തേക്ക് പോവാതെ ഇവിടെ കുറെ കാലം എങ്ങനെയായിരിക്കും ഭക്തി? എങ്ങനെയായിരിക്കും ഭക്തി എന്ന് പറയുന്നത്? എന്താണ് നമ്മളിങ്ങനെ ചോദിച്ചു വാങ്ങുന്ന കാര്യങ്ങളല്ല. പിന്നെ വെയിറ്റിംഗ്, ആ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക എന്നുള്ളത് മാത്രമുള്ള ജീവിതത്തിൽ അല്ലേ. എല്ലാവരും ഒരേ സമയത്താണ് സിനിമയിൽ കയറുന്നത്. ബേബി ശാലിനി ഇത് ഏത് പ്രായത്തിലുള്ള പുള്ളി താരായത്? അതേപോലെയാണ് എല്ലാ താരങ്ങളും. അല്ല പള്ളി പോണ കാര്യവും ബേബി ശാലിനിയുടെ കാര്യം ഞാൻ പറയാം. അപ്പൊ ഓരോരുത്തർക്കും ഓരോ സമയങ്ങളുണ്ട്, അത് വ്യത്യസ്തമായിരിക്കും. ശ്രീനിവാസൻ പറഞ്ഞ പോലെ അല്ലേ. അല്ലാതെ എനിക്കൊരു അസുഖമൊന്നും വരുത്തരുതേ, എനിക്ക് കുറെ കാലം അങ്ങനെ പ്രാർത്ഥിക്കുമ്പോ എന്താണ് നിങ്ങളുടെ ദൈവവിശ്വാസത്തിന്റെ അടിസ്ഥാനം? അല്ല, അങ്ങനെ ഇത്രയും ദൈവം മരിച്ച ദൈവത്തിന്റെ പക്കലേക്കാണ് പോകുന്നത്. ആ ദൈവത്തിന് വേണ്ടിയിട്ടാണ്, ദൈവത്തിനെ പ്രീതിപ്പെടുത്തലാണ് മെയിൻ പരിപാടി. അല്ലെങ്കിൽ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോ, അല്ലെങ്കിൽ അപ്പൊ ദൈവമേ നിന്റെ പക്കലേക്ക് ഇത്രയും അങ്ങനെ ആരെങ്കിലും പ്രാർത്ഥിക്കുമോ? ചിലർ പ്രാർത്ഥിക്കാറുണ്ട്. ഇഷ്ടമുള്ള ആളുടെ അടുത്തേക്ക് പോവാനല്ലേ. അതല്ലേ ഇവിടുന്ന് നമുക്ക് ഒരു സർട്ടിഫിക്കറ്റും കൊണ്ടുപോകാനില്ല, ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല എന്നല്ല പറഞ്ഞത്. എന്താന്ന് പറയാനാ ചോദിക്കൂ. അപ്പൊ പ്രാർത്ഥിക്കുന്നതൊക്കെ തെറ്റാണ്? പ്രാർത്ഥിക്കുന്നത് തെറ്റല്ല. പിന്നെ ഇങ്ങനെ രണ്ടും പറയുന്നു. ഈ പ്രാർത്ഥിക്കാത്തവര് പറയുന്നത് തെറ്റാ. അങ്ങനെ ആര് പറഞ്ഞു? നല്ല ജീവിതം, അല്ലെങ്കിൽ നന്നായി അല്ലെങ്കിൽ നല്ല അവനെ കണ്ടില്ല എല്ലാ ദിവസവും പള്ളിയിലൊക്കെ പോയി നല്ല കുട്ടിയായി, അങ്ങനെ പറയാൻ തെറ്റൊന്നുമില്ലല്ലോ. തെറ്റ് ഉണ്ടോന്നല്ല. അപ്പൊ അങ്ങനെ ചെയ്യാത്തവര് തെറ്റാണോ? ഇല്ല, ആരും അങ്ങനെ ചെയ്യാത്തവരെയും അല്ലെങ്കിൽ അങ്ങനെയുള്ളവരൊക്കെ ഭയങ്കര മോശമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു വിഭാഗമുണ്ട്. എനിക്കറിയില്ല. അറിയില്ലേ? തെമ്മാടിക്കുള്ളിയിലൊക്കെ വെച്ചവരുണ്ട്. പണ്ടല്ലേ, ഇപ്പൊ തെമ്മാടിക്കുഴിയൊന്നും ഒരു പള്ളിയിലും ഇല്ല. പണ്ട് നിന്നെ വെച്ചപ്പോ പണ്ട് തെമ്മാടികളായിട്ട് വെച്ചായിരിക്കും. ഇന്നും അങ്ങനത്തെ ജാതി ഭേദങ്ങളില്ലേ? എന്താ ദൈവത്തിന് ജാതി ഭേദം ഉണ്ടോ? ഈ ദൈവമാണ്, നമ്മുടെ ദൈവമാണ്, ഏകദൈവമാണ് ഇതെല്ലാം സൃഷ്ടിച്ചത് എങ്കിൽ ആ ദൈവം പിന്നെ ഇവിടെ വന്നിട്ട് ചെറിയ മതം തുടങ്ങി എല്ലാം പുള്ളിയല്ലേ. നിങ്ങള് പ്രധാനമന്ത്രിയാണ് ഈ രാജ്യത്തെ, പിന്നെ പഞ്ചായത്തിലൊന്നും മത്സരിക്കൂ. എന്താണ് ഞാൻ ചോദിച്ചത്? എന്താണ് പറയുന്നത്? അതാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത്. അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. നിങ്ങൾ ഇതിലും ഭയങ്കര ഐഡിയകളും ആശയങ്ങളൊക്കെ ബിഗ് ബി മുരുകനിലൂടെ ഇറക്കണ്ടല്ലോ. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്ന സാധനം എന്താ? ഇന്റർവ്യൂവിന് വരുമ്പോ അടച്ചു വെച്ചിട്ടാണ് വരുന്നത്. ഇന്റർവ്യൂവിന് ആരും വന്നു? നിങ്ങളിപ്പോ എന്താ വന്നു? ഞാൻ വെറുതെ വെറുതെ നിങ്ങളോട് സ്നേഹാന്വേഷണം പങ്കുവെക്കാൻ വന്നല്ലേ. നമുക്ക് സ്നേഹത്തിനെ കുറിച്ച് സംസാരിക്കാം. എന്താണ് സ്നേഹം? ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ? ഞാൻ ഇഷ്ടംപോലെ പേര് സ്നേഹിച്ചിട്ടുണ്ട്. പെൺകുട്ടികളായിരിക്കും തീർച്ചയായിട്ടും. അതെന്താ? എന്താണ്? അത് പ്രണയം, സ്നേഹമല്ല. ആ സ്നേഹവും പ്രണയവും ഒന്നല്ല. ഓക്കെ, നിങ്ങൾ ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ? ഞാൻ ആരെയും സ്നേഹിച്ചിട്ടില്ല. എന്ത് പറ്റിയത്? സ്നേഹിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. എന്താ പിന്നെ? സ്നേഹിക്കാം, അൺകണ്ടീഷണൽ ആണ് സ്നേഹം. ഒന്നിനെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നില്ല, മനസ്സിലായ? സംശയിക്കുന്നില്ല. പിന്നെ എന്നാ നമ്മളൊരാളായിട്ട് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാ അവിടെ അവളെ മാത്രല്ലേ സ്നേഹിക്കണേ, അല്ലെങ്കിൽ അവനെ മാത്രമല്ലേ സ്നേഹിക്കണം. അപ്പൊ അത് സ്നേഹമല്ലല്ലോ. അതിന്റെ പേരിൽ അത്ര വഴക്കുണ്ടാവും, ടോക്സിക് ആവും, അത് സ്വന്തമാക്കണം എന്ന് ആഗ്രഹിക്കും. അപ്പൊ അത് സ്നേഹമല്ല, അത് പ്രണയം, അല്ലെങ്കിൽ അട്രാക്ഷൻ ഉണ്ടാവും സംഭവമാണ്. അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു പെൺകുട്ടീനെ ഒരു പ്രണയത്തിലായി, അവരും സ്നേഹത്തിലാന്ന് പറയും. ലിറ്ററലി തെറ്റാണ് മകനെ. ചുറ്റികല്ല, വേറൊരു തലക്കടിക്കാൻ തോന്നുന്നുണ്ട്. നിങ്ങൾ സ്നേഹിക്കുന്നു പരമ തെറ്റ്. നിങ്ങൾക്ക് ആരെ ഇവിടെ സഹായിക്കാൻ പറ്റില്ലേ ഭൂമിയിൽ? പറ്റുമോ? ആരാ പറഞ്ഞു? ഇഷ്ടംപോലെ പേര് ആരെങ്കിലും കൂടെ പോകാൻ പറ്റുമോ? ആരെങ്കിലും കൂടെ വരാൻ പറ്റുമോ? ഈ ഭൂമിയിലേക്ക് ആരെങ്കിലും കൊണ്ട് കൈപിടിച്ച് വരാൻ പറ്റുമോ? ആരെങ്കിലും കൈപിടിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ?
നമ്മൾ ജീവിക്കുന്ന നമ്മളപ്പൊ നോക്കിക്കോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത നിമിഷത്തിൽ എന്താ ഉണ്ടാവണം നമുക്കറിയില്ലല്ലോ. അങ്ങനെ പറഞ്ഞാണ് ജീവിക്കുന്നതല്ല. അപ്പൊ ഈ സ്നേഹിക്കുമ്പോ നിങ്ങൾ എന്താ പറയാ? എന്താ പറഞ്ഞ ഐ ലവ് യു എന്ന് പറയും. ഞാൻ എന്നും കൂടെ ഉണ്ടാവും. ആ ജീവിക്കണ ആർക്കെങ്കിലും ഗ്യാരണ്ടി പറയാൻ പറ്റുമോ? എന്തൊക്കെയാണ് ഈ പറയണത്? ഇവനോട് ചോദ്യം ചോദിച്ചാൽ എന്നെ വേണം തല്ലാൻ. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നു തല്ലാൻ ആളില്ലാത്തവരുന്നോ? അല്ലെങ്കിൽ എന്റെ ഇന്റർവ്യൂ എടുക്കാനൊക്കെ വരുമോ? ഞാൻ പറഞ്ഞു നിങ്ങളെ ഇന്റർവ്യൂ എടുക്കണമെന്ന് എനിക്ക് ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തെടുക്കാനാ വന്നത്? ഞാൻ വെറുതെ നിങ്ങൾ സ്നേഹിക്കാൻ വന്നാണ്. ഓരോരോ വള്ളികൾ പിടിച്ച് അല്ലേ അറിഞ്ഞൂടെ നമ്മൾ വള്ളിയാണ്. നിങ്ങള് നേരിട്ട് ആരെങ്കിലും നിങ്ങൾ വള്ളിയാണെന്ന് ആരെങ്കിലും പറഞ്ഞു? നേരിട്ട് പറഞ്ഞിട്ട് പറയൂല, മാറിയെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ ആരും പറഞ്ഞിട്ടില്ല. ആണല്ലേ? നമ്മൾക്ക് അങ്ങനെ വള്ളിയായിട്ട് തോന്നണ്ടേ? നിങ്ങളെ പക്ഷെ വള്ളിയായിട്ട് വല്ലതും തോന്നിയിട്ടുണ്ടാവാം. ഉറപ്പാണത്. ഞാൻ മുന്തിരി വള്ളികളും നിങ്ങൾ ശാഖകളുമാണെന്നാണ് ക്രിസ്തു പറഞ്ഞില്ല. അപ്പൊ ഈ വള്ളിയാണെന്ന് പറയുമ്പോ നല്ലതല്ലേ? ആക്ച്വലി കറക്റ്റാണ് അല്ലേ? അങ്ങനെ വരുമ്പോ കറക്റ്റാണ്. മുന്തിരി വള്ളിയാണ്. എന്താണ് വള്ളിയാണ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങള് മുന്തിരി വള്ളിയാണ്. വള്ളിയാണ് പല വെള്ളപ്പൊക്കത്തിലും പിടിച്ചു കയറാൻ സഹായകമാവുന്നത്. ഈ ശാഖകളും മുന്തിരി എന്നല്ല പിടിച്ച് കേറുന്നത്. എനിക്ക് വയ്യ. ഫുൾ ഓഫ് ഫിലോസഫി ആണല്ലോ. അത് ഇപ്പൊ തുടങ്ങിയാണ്. പണ്ടേ അങ്ങനെയാണ്. പണ്ടേ ഉള്ളതാണ്. പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടില്ല. അതിന്റെ കുഴപ്പം. പഠിച്ചു കഴിഞ്ഞ ഇതൊക്കെ പോവില്ലേ ബോധം? അല്ല, ഒരാൾക്ക് ഉണ്ടാവും സ്വാഭാവിക ബോധം നഷ്ടപ്പെടുമല്ലോ. പിന്നെ പുസ്തകത്താളുകളിൽ എഴുതി വെച്ചതാണല്ലോ സത്യം. വെറുതെ കുറെ അന്ധവിശ്വാസങ്ങളായിട്ട് ഇറങ്ങിയിരിക്കാണ്. സ്വന്തമായിട്ട് കുറെ ഫിലോസഫിയും പറയും. സ്വന്തമായി നമ്മളായിരിക്കും നമ്മുടെ ജീവിതത്തിന്റെ മാസ്റ്റർ എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? അത് കേട്ടിട്ടുണ്ട്. പിന്നെ വേറെ ഇപ്പൊ പറഞ്ഞാണല്ലോ ശരി, ഞാൻ പറഞ്ഞല്ലോ ശരി. അപ്പൊ സ്വന്തമായിട്ട് കുറെ ഫിലോസഫി വേണം. പക്ഷെ നിങ്ങൾ പറയുന്ന എല്ലാരും വിശ്വസിക്കണമെന്നില്ല. വിശ്വസിക്കണ്ട. അവർക്ക് അത് വിശ്വസിച്ചിട്ട് ഒന്നും കിട്ടാനില്ല. എനിക്ക് മാത്രമേ ഉള്ളൂ. ഞാൻ അറിയാതെ ആ കാര്യങ്ങൾ പറയും. നിങ്ങൾ അതും ഉറപ്പിക്കേണ്ട സ്വഭാവം. കൈ ചൂണ്ടി സംസാരിക്കും. ഞാൻ കൈ ചൂണ്ടി സംസാരിച്ചപ്പോ നിങ്ങൾക്ക് വേദനിച്ചില്ല. പക്ഷെ നിങ്ങൾ ഇങ്ങനെ പിടിച്ചപ്പോ എനിക്ക് വേദനിച്ചില്ല. അപ്പൊ ഏതാണ് ഏറ്റവും മോശമായ അളിയനുണ്ടല്ലോ, എല്ലാവരും അളിയെന്നാണ് വിളിക്കുന്നത്. അതാണ് നിങ്ങൾ മനുവളിയെന്ന് വിളിക്കുന്നത്. ആയിരിക്കാം. അതെങ്ങനെ ആരാ ഇട്ടത് പേര്? എന്നെ മനുവളിയിൽ നിന്ന് ആരാ ഇട്ടതെന്ന് എനിക്കറിയില്ല. അളിയനാണോ നിങ്ങളുടെ പെങ്ങൾ? അല്ലല്ല, ആരോ നിങ്ങളുടെ ഭാര്യയുടെ ആങ്ങളെ മഹാരാഷ്ട്രയിൽ ആരോ വിളിച്ചു തുടങ്ങി. പേരാവുമ്പോഴേ എല്ലാവരും അളിയാളിയാന്ന് വിളിക്കും. പക്ഷെ അത് പേരാവണത് എങ്ങനെയാ? അങ്ങനെയൊന്നുമില്ല. എല്ലാവരും അളിയനായിരുന്നു. അത് എന്തുകൊണ്ടാ മനുവളിയാന്ന് തന്നെ? എല്ലാവർക്കും എന്നോട് ഇഷ്ടമാണ്, അതുകൊണ്ടായിരിക്കാം. എല്ലാവർക്കും ഇഷ്ടം ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്കൊരു ബുദ്ധിമുട്ടില്ല. എനിക്ക് ഇഷ്ടമാണ് എല്ലാരും. എനിക്ക് എല്ലാരും ഇഷ്ടമാണ്. എല്ലാവരും ഇഷ്ടമാണോ? പിന്നെ ഷൈൻ ടോം ചാക്കോനെ എനിക്ക് ഭയങ്കര ഇഷ്ടമല്ലേ. എനിക്ക് പൊളിറ്റിക്സ് ഉണ്ടല്ലോ. അങ്ങനെ ഇപ്പൊ പറയണതിനാണ് താല്പര്യമില്ല പറയാൻ. ഇപ്പൊ ആരാണ് ചോദ്യം ചോദിക്കാൻ വന്നത്? ആരാണ് ചോദ്യം ചോദിക്കുന്നത്? പ്രേക്ഷകന്റെ അടുത്ത ചോദ്യം നമുക്ക് ചോദിക്കാം. പ്രേക്ഷകന്റെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അനിവാര്യമായ ഒരു ഇടവേള നമുക്ക് ആവശ്യമുണ്ട്. അനിവാര്യമായ ഇടവേളകളില്ലാത്തതും നമ്മൾ പറയുന്നത് നമ്മൾക്ക് ഇടവേള വേണ്ട. ശരിക്കുള്ള ഷൈൻ ഓൺ സ്ക്രീൻ ആണോ ഓഫ് സ്ക്രീൻ ആണോ എന്നാണ് ചോദിക്കുന്നത്. എന്താണ് പറയാൻ മനസ്സിലാ? അത് ഞാൻ വെറുതെ പറഞ്ഞല്ലേ. നിങ്ങളിപ്പോ അപ്പൊ ശരിക്കുള്ള ഷൈൻ ഈ കാണിക്കുന്ന ഷൈൻ ആണോ ഒറിജിനൽ ഷൈൻ? പിന്നെ വേറെ ഷൈൻ ഉണ്ടോ? അല്ല, നമ്മള് വീട്ടിൽ അതെനിക്കറിയാൻ പാടില്ല. നിങ്ങളെ വീട്ടിൽ എനിക്കറിയാൻ പാടില്ല. വീട്ടിലിങ്ങനെ ഒരാൾ ചോദിച്ചോണ്ടിരിക്കുമ്പോഴും അതില്ലല്ലോ. ഇവിടെ ചോദ്യം ഇങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിലല്ല ഇങ്ങനെ ഇരിക്കുള്ളൂ. ഞാനും താനും ആയതുകൊണ്ടല്ലേ ഇങ്ങനെ ഇരിക്കണത്. ഞാൻ ചോദിച്ചത് എന്താണ്? അതാണ് പറഞ്ഞത്. അതിന്റെ വ്യത്യാസം ഉണ്ടോന്നല്ല നിങ്ങൾ ചോദിച്ചത്. ആ വ്യത്യാസം സംഭവിക്കുന്നത് ഇങ്ങനെയാണ്. പിന്നെ ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ നമ്മള് അവിടെ ഒരു സീൻ തരും. അതിന്റെ അടിസ്ഥാനത്തിലല്ല ഷൂട്ടിംഗ് പരിപാടികളും. അപ്പൊ അവിടെ ഇങ്ങനെ ആയിരിക്കാൻ പറ്റില്ലല്ലോ. പറ്റൂല. ഞാൻ പറയണേക്ക് നമ്മള് പ്രിൻസിപ്പാളിന്റെ മുറിയിൽ ചെന്നിട്ട് പെരുമാറുന്ന പോലെയാണ് ഇപ്പൊ ഞാൻ അതിനുള്ള ഉദാഹരണങ്ങളാണ് പറഞ്ഞത്. നിങ്ങൾ പ്രിൻസിപ്പാളിന്റെ മുറിയിൽ കയറി ചെല്ലുന്നു, അതേപോലെയാണ് ഇപ്പൊ നിങ്ങൾ ഒരു LKG ക്ലാസ്സിൽ പഠിപ്പിക്കാൻ ചെല്ലുമ്പോൾ കയറി ചെല്ലണത്. അതേപോലെയാണോ നിങ്ങളുടെ അച്ഛനമ്മയും ഇരിക്കുന്ന സ്പേസിലേക്ക് കയറി ചെല്ലുമ്പോൾ പറയണത്? അതുപോലെയാണോ നമ്മുടെ ഇടയിലേക്ക് വരുമ്പോ നിങ്ങൾ പെരുമാറുന്നത്? അതേപോലെയാണോ നിങ്ങൾ നിങ്ങളുടെ കാമുകിയുടെയോ ഭാര്യയുടെയോ അടുത്തേക്ക് ചെല്ലുമ്പോൾ പെരുമാറുന്നത്? ഞാൻ ഈ ചോദ്യം പിൻവലിച്ചു. എല്ലാത്തിനും വ്യത്യസ്തമായ സ്വഭാവങ്ങളല്ലേ നമ്മൾ കാണിക്കുക. അതാ ഈ വ്യത്യസ്തത എപ്പോഴും ഉള്ളതാണെന്നാണ് ഞാൻ ചോദിച്ചത്. വ്യത്യസ്തത വേണ്ടേ മനുഷ്യന്? അല്ലെങ്കിൽ അവന് എന്ത് കാലബോധമല്ലേ? അത് പ്രിൻസിപ്പാളിന്റെ റൂമിൽ വന്നിട്ട് LKG പിള്ളേരോട് പെരുമാറുന്ന പോലെ പെരുമാറാൻ പറ്റില്ലല്ലോ. അവിടെ പറ്റുമോ? ഞാനൊന്നും പറയാനില്ല. അതായത് ഷൈൻ ടോം ചാക്കോയെ
എനിക്ക് ഇഷ്ടമാണ്. നല്ലതാണ്, ഇഷ്ടമല്ലേ? ആ, എനിക്ക് പ്രേമിച്ചാൽ കൊള്ളാവുന്നുണ്ട്. പ്രേമിക്കാൻ പറ്റുന്ന ഒരാളല്ല ഞാൻ. ഓ, നിമ്മി പ്രേമിക്കാൻ പറ്റുന്ന ഒരാളല്ല. കുറച്ച് നേരത്തേക്കൊക്കെ ആണെങ്കിൽ പിന്നെയും അത് നിമ്മിക്ക്. പക്ഷെ നിങ്ങൾക്ക് തന്നെ പലപ്പോഴും അതൊരു ഉപദ്രവവും വേണ്ടാന്ന്. വേണ്ട, അയ്യോ വേണ്ട, നമ്മൾ നിമ്മിനോട് കാണിക്കുന്ന ചതിയായിരിക്കും. അത് കാരണം സാധാരണ ഈ ഇന്റർവ്യൂവിന്റെ ഇടക്കൊക്കെ ഷൈൻ പിണങ്ങി പോകുന്നതല്ല. ചില സമയങ്ങളിൽ നമ്മള് ഒരു ചോദ്യം ചോദിക്കും, അത് ഇഷ്ടമല്ലെങ്കിൽ അല്ലല്ല, എന്നിട്ട് ഞാനൊരു ഉത്തരം പറയും. എന്നിട്ട് അത് ആ ചോദ്യത്തിനുള്ള ഉത്തരം ആവുന്നതിന് മുന്നേ അവര് അടുത്ത ചോദ്യം ചോദിക്കും. അപ്പൊ ഇവർക്ക് ഇത് മനസ്സിലാവാൻ വേണ്ടിട്ടല്ലേ ചോദിക്കുന്നത്. പിന്നെ അവരോട് ചോദിക്കും, നിങ്ങൾ അങ്ങനെ പറഞ്ഞല്ലോ ആ ഇന്റർവ്യൂല്. അപ്പൊ ഞാൻ പറയാം അങ്ങനെയല്ല, ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് പറഞ്ഞത്. അപ്പൊ അവർ പറയല്ല അങ്ങനെ തന്നെ. അപ്പൊ ഞാൻ വീഡിയോ കറക്റ്റ് ആയിട്ട് എടുത്ത് കാണിച്ചു കൊടുക്കും. അപ്പൊ ഇവരൊന്നും ശ്രദ്ധിക്കുന്നില്ല, ഒന്നും ഒബ്സർവ് ചെയ്യുന്നില്ല, ഒന്നും റിസർച്ച് ചെയ്യുന്നില്ല, ഒന്നും വെറുതെ ചോദിക്കുക. അവർക്ക് പോലും അറിയേണ്ട ഉത്തരത്തിന്, ആ ചോദ്യത്തിന് ഉത്തരം കിട്ടുകയും വേണ്ട. അവർക്ക് ഒരു ശ്രദ്ധയുമില്ല. അങ്ങനെയുള്ള സമയം അതായത് ശ്രദ്ധയില്ലെങ്കിൽ മാത്രമാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അതായത് ശ്രദ്ധയില്ലെങ്കിൽ നമ്മൾ ടീച്ചർമാരെന്താ ക്ലാസ് ചെയ്യാം, പിള്ളേരെ പുറത്താക്കും. ഇതിപ്പോ അവരുടെ സ്ഥലമായ കാരണം ഞാൻ പുറത്താകും. സിമ്പിൾ ടെക്നിക്ക്. പുറത്താക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ പിന്നെ എന്നെ പുറത്താക്കോ? ഇല്ല, നിങ്ങളെ ഞാൻ ഒരു തരത്തിലും പുറത്താക്കില്ല. എന്റെ ആവശ്യകത വരാതെ. അതല്ല ഞാൻ ചോദിക്കട്ടെ, കൂടുതൽ ഈ പെൺകുട്ടികൾ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്താണ് നിങ്ങൾ കൂടുതൽ ഉടക്കണത്, ശരിയല്ലേ? നമ്മള് ഭാര്യമാരായിട്ടല്ലേ കൂടുതൽ കൊടുക്കുക, ഭാര്യനായിട്ടല്ലോ. അതല്ലെന്നേ, അവിടെ ചോദ്യം അതല്ല. നിങ്ങൾ ആണുങ്ങളായിട്ടല്ലേ കൂടുതൽ കൊടുക്കുക, അച്ഛനായിട്ടല്ലോ. ഈ ആണുങ്ങളെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ നിങ്ങൾ കാര്യമായിട്ട് ഉടക്കാറില്ല. പക്ഷെ പെണ്ണുങ്ങളൊക്കെ ഇരിക്കാൻ നേരം നിങ്ങൾ ഭയങ്കരമായിട്ട് വാഴൊക്കെ കിട്ടും അവരെയൊക്കെ. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോ എന്താണ്, ഭാര്യമാരായിട്ടാണല്ലോ കൂടുതൽ കൊടുക്കുക, അതാണ്. അമ്മമാരായിട്ടാണല്ലോ കൂടുതൽ വഴക്കുണ്ടായില്ല. സ്നേഹം കൊണ്ടായിരുന്നു. നമ്മൾ അളിയനായിട്ടും അച്ഛനായിട്ടും ആങ്ങളായിട്ടല്ലോ സ്നേഹം കൊണ്ടാണ്. വെച്ച് കഴിഞ്ഞാൽ അവരൊരുമാതിരി ഈ എല്ലാം അറിഞ്ഞ് വക്കീലുമാരെ പോലെ ചോദ്യം ചെയ്യണമെന്ന് നമുക്ക് വലിയ താല്പര്യമില്ല. അല്ല, അവര് പഠിച്ചിട്ടുണ്ടാവും നിങ്ങളെ കുറിച്ച്, അങ്ങനെ ചോദിക്കുന്നതായിരിക്കില്ല. പഠിച്ചിട്ടല്ലല്ലോ ഒരാളോട് പെരുമാറേണ്ടത്. പെരുമാറ്റമല്ലല്ലോ, ചോദ്യങ്ങൾ ചോദിക്കല്ലേ. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവർക്ക് അതിന് വ്യക്തമായ ഉത്തരം അവർക്ക് പറയാനുണ്ടാവും. ആ ചോദ്യം അവരോട് ചോദിക്കുമ്പോൾ അതെങ്ങനെയാണ് നിങ്ങളുടെ പേഴ്സണലായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ എന്റെ പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കുമ്പോഴല്ല ദേഷ്യപ്പെടാറ്. പിന്നെ ഇല്ലാത്ത കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പാടില്ല, ഇല്ല എന്ന് പറഞ്ഞാൽ പോരെ. പ്രശ്നമില്ലല്ലോ. നമ്മളെ പറ്റിയിട്ട് നമ്മൾ പറയാത്തതും നമ്മൾ ചെയ്യാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെന്നുള്ള രീതിയിൽ അവർ സംസാരിക്കും. അപ്പോൾ അല്ലെങ്കിൽ അവർക്ക് ഒന്നും അറിയാതെ ഒരു കാര്യം ചോദിക്കും. മനസ്സിലായ? എന്റെ പൊന്നോ, നിങ്ങൾ സമ്മതിക്കണം കേട്ടോ. നമുക്കൊരു സെൽഫി എടുത്തല്ലോ. ഇതൊക്കെയുണ്ട് ഈ സെൽഫി. അത് കലക്കൻ സെൽഫി.